ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ജിം പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കുറേ ഷോർട്സും റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജിമ്മിൽ പോകുന്നത്. സോ ജിം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എവിടെയാണെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, ജിം എവിടെയാണ്, ഇപ്പോൾ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഈ വർക്കൗട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ജിമ്മിന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഒരു ജിം ബ്ലോഗ് ചെയ്യാം. ഓക്കെ, കം. സോ ഗൈസ്, രാവിലത്തെ ഫസ്റ്റ് മീൽ അത് ഇന്നലെ യെസ്റ്റർഡേ നൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കഴിക്കാം. രാവിലത്തെ മീല് ഫ്രിഡ്ജിൽ വെച്ചത്, റെഫ്രിജറേറ്റർ കയറ്റി വെച്ചു. രാവിലെ ഞാൻ ഡെയിലി എടുക്കുന്നത് ഓട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ വർക്കൗട്ട് പോലെ ഒരു സാധനം എടുക്കുന്നുണ്ട്. അത് ഓട്സ്, ബനാന, പീനട്ട് ബട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്യും, പിന്നെ നട്ട്സ്. അപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, ആദ്യം കഴിക്കുന്ന ഇതായിരിക്കും. ഇതൊരു 100 ഗ്രാം ഓട്സ്, 2 പഴം, ഒരു സ്പൂൺ പീനട്ട് ബട്ടർ, ധാരാളം. ഭയങ്കര ഫില്ലിങ്. അത് തിന്നു കഴിഞ്ഞിട്ട് ഇത് പകുതി ഞാൻ എടുക്കത്തുള്ളൂ. ബാക്കി ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ടും ഇത് തന്നെ കഴിക്കും. കാരണം ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് വർക്കൗട്ട് ചെയ്തെടുക്കുള്ളൂ, ടൈം എടുത്തേ ഉള്ളൂ. ഇപ്പം എത്ര നേരം എടുക്കുമെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കാം, ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കാം. നല്ല കട്ട് ചെയ്ത് ഇതൊരു ടേസ്റ്റിന് പീനട്ട് ബട്ടറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവും, അല്ലാണ്ട് അങ്ങനെ വേറെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് പിന്നെ വേറൊരു പരിപാടി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പേര് ഡ്രസ്സ് എടുക്കണം. കാരണം ഇന്നലെ ഈവനിങ് ആണ് ജിമ്മ്, ഇന്നലെ രാവിലെ ആയിരുന്നില്ല. ഇന്നലെ രാവിലെ നല്ല മഴയുണ്ട്, ഈവനിങ് ആക്കി ജിമ്മ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ജിമ്മ് കഴിഞ്ഞിട്ട് എനിക്ക് ടോട്ടൽ ജിമ്മിൽ ഞാൻ ഇടുന്നത് മൂന്ന് പേരാണ്. അപ്പോൾ 3 പേർ ടീഷർട്ട്സാണ്, പിന്നെ 4 പേർ ഷോർട്സ്, 3 ടൈറ്റ്സ് ഇങ്ങനെയൊക്കെ കുറച്ച് കാരണം. അപ്പോൾ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്നും ഇന്നലെ ആയിട്ടോ നനച്ചിട്ടൊന്നും ഉണങ്ങിയില്ല. അപ്പോൾ ഇന്നലെ രാവിലെ നനച്ചിട്ട് ഉണങ്ങിയില്ല. ഞാൻ എന്താക്കി, ഇന്ന് വ്ലോഗും കൂടെ ചെയ്യാനുള്ള കാരണം ബ്ലാക്ക് ടീഷർട്ട്സും ബ്ലാക്ക് ഷർട്ട്സും ഫുൾ ബ്ലാക്കിൽ എടുത്ത് ഇന്നലെ രാത്രി ഒരു ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത്, ഇന്നലത്തെ റീൽസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയെല്ലാം കഴിഞ്ഞു. ഇന്നലെ ശരിക്കും ഡേറ്റ് കിടക്കാം. 10 മണിയെല്ലാം കഴിഞ്ഞിട്ട് അലക്കി ഉണക്കി താഴത്തെ റൂമിലിട്ടു. താഴത്തെ റൂമിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അലക്കാനുള്ള സാധനങ്ങളും കൊണ്ടുവരുന്നത് താഴത്തെ റൂമിലാണ്. ഞാൻ എന്ത് ചെയ്തു, നേരെ ഈ കസേരയിലിട്ടു. കസേരയിലിട്ടിട്ട് രാവിലെ എത്ര മണിക്കാണ്, രാവിലെ 6:45 ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അലക്കാനുള്ള ഡ്രസ്സ് അമ്മ രാവിലെ എഴുന്നേറ്റ് അലക്കും. അപ്പോൾ അലക്കാനുള്ള ഡ്രസ്സ് കുറേ കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഡ്രസ്സ് മേളിൽ ആ കസേരയിൽ തന്നെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ വന്നിട്ട് തൊട്ടിക്ക് ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ടൈറ്റ്സും ഷോർട്സും ഇതും അപ്പറും ഉണങ്ങിയിട്ട് അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്.
അത് കണ്ടിട്ട് ഞാൻ മേളിലോട്ട് കയറിപ്പോയി. മേളിലോട്ട് കയറിപ്പോയിട്ട് തിരിച്ച് ഞാൻ വന്നപ്പോൾ ഇവിടെ സാധനമില്ല. നേരെ അമ്മ അലക്കണോടത്ത് പോയി നോക്കിയപ്പോൾ അമ്മ എടുത്ത് അലക്കിയത്. എൻ്റെ പൊന്നെ, ആകെ ഒരു പേരുണ്ടാവുള്ളൂ, ഒറ്റ പേര്. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്രഷനിലാണ്. 7 മണി ഡിപ്രഷൻ മാറി കിട്ടുക. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിടന്നു. വേറെ സമയം പോകണല്ലോ. ഇപ്പം ഏകദേശം 9 മണിയായി. 9 മണിയായിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം കട തുറക്കണം. ഏകദേശം ഞാൻ കടകളൊക്കെ തുറക്കുന്നത് 9 മണിക്കാണ്. കട തുറന്നെങ്കിൽ പണിയാവും. അപ്പോൾ ഇനി വേണം നമുക്ക് പോയിട്ട് എന്ത് ചെയ്യണം, മേടിക്കണം. ഒരു പേർ അപ്പർ, ഒരു പേർ ഒരു അപ്പർ, ഒരു ഷോർട്ട്സ്, ഒരു ടൈറ്റ്സ്. ഇനി വേണം നമുക്ക് മേടിക്കാൻ. കാരണം ഇടാനൊന്നുമില്ല. എന്തിനേ കുപ്പിയിടുന്നത്. അപ്പം ഇത്രയും മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജിമ്മിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മെയിനായിട്ട് എൻ്റെ ജിം ബാഗ് എന്നല്ല, എൻ്റെ ബ്രദറിൻ്റെ ബാഗ്. ജിം ബാഗ് പറഞ്ഞ് സെറ്റാക്കണം. ജിം ബാഗിൽ മെയിനായിട്ടുള്ളത് ഒരു ടീഷർട്ട്. നേരത്തെ ഞാൻ എടുത്ത് വെച്ചാണ് ഒരു ടീഷർട്ട്, കാരണം വർക്കൗട്ട് കഴിഞ്ഞിട്ടിടാനുള്ളത്. ഒരു ടവൽ ഈസ് ദ മെയിനാട്ടോ. ടവല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനമാണ് ജിമ്മിൽ. പിന്നെ ഞാൻ സ്പ്രേയും മോയ്സ്ചറൈസറും എപ്പോൾ എടുക്കും. കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടും സ്മെല്ലിൻ്റെ പരിപാടി ഉള്ളത് കൊണ്ടും എന്താവും. പിന്നെ ഇതെന്തായാലും എടുക്കണം. കാരണം പമ്പ് ചെയ്യാൻ നേരത്ത് പാട്ടൊക്കെ വെച്ചിട്ട് സെറ്റ്. സോക്സ്, ചാർജർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹെഡ്ഫോണിന് യൂസ് ചെയ്യാം, ഫോണിന് യൂസ് ചെയ്യാം, പിന്നെ വാട്ട് എവർ ഇറ്റ് ഈസ്, മൈക്കിന് യൂസ് ചെയ്യാം. എല്ലാം കൂടെ സെറ്റാക്കണം. പിന്നെ മഴയുള്ള കാരണം നമ്മളൊരു കുടയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലും ഉപരി ഇമ്പോർട്ടൻ്റ് ആയ 2 ഘടകങ്ങൾ. സപ്ലിമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, കാരണം ഒരു 1 മന്ത് കംപ്ലീറ്റ്, സെക്കൻഡ് മന്താട്ടോ എൻ്റെ. സെക്കൻഡ് മന്തിൽ ഒരു ശരിക്കുമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫുഡ്, വെള്ളം, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നമുക്കിതിലായിട്ട് ഈ ട്രൈപോഡും ഫോണും കൂടെ കെട്ടണം. ദെൻ നേരെ പോകാട്ടോ. ഇനി ജിമ്മിൽ ചെന്നിട്ട് അതിന് മുന്നേ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നോടത്ത് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കും. ഓക്കെ, ഞാൻ റോട്ടിലെത്തിയപ്പോൾ തന്നെ രക്ഷകനായിട്ട് അനന്ത് വന്നു. അത് കാരണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കോതമംഗലത്ത് എത്താൻ പറ്റി. ബൈ. സോ അപ്പോൾ നമ്മളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട്സ്, ഒരു ടൈറ്റ്സ്, ഒരു ടീഷർട്ട്സ്. സോ ഇനി നേരെ ജിമ്മിലേക്ക്, ദെൻ വർക്കൗട്ട്. ഓക്കെ. അപ്പോൾ ഗൈസ്, പിന്നെ നമുക്ക് അധികം സമയമൊന്നുമില്ല. 10 മണി 11:30 വരെ മാക്സിമം നമ്മൾ ചെയ്യും. അപ്പോൾ 1.5 മണിക്കൂറിൽ വാമപ്പ്, 4 വർക്കൗട്ട്, പിന്നെ കാർഡിയോ. ഓക്കെ. സോ ഗൈസ്, നമ്മളങ്ങനെ ഇതാണ് കേട്ടോ ടീഷർട്ട്. ഒരു വേടൻ ടീഷർട്ട്സ്. കാരണം ഇന്ന് രാവിലെ ആദ്യം കയറി കടയിൽ എനിക്ക് ഫിറ്റ് ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് ഓവർ സൈസ്ഡ് ആയിട്ട് എനിക്ക് വേണം. അതാണ് താല്പര്യം. സോ ഈ കളറും ചേരുന്നുണ്ട്. അത് കാരണം നമ്മളിത് തന്നെ എടുത്ത് ബാക്കിൽ ഒരു ഫോട്ടോ ഉണ്ടാവും. പിന്നെ ലോവർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു അഡിഡാസിന്റെ സിമ്പല് മാത്രമേ ഉള്ളൂ. അഡിഡാസ് ഒന്നും അല്ല, അഡിഡാസിന്റെ സിമ്പൽ ഉള്ളൊരു. പിന്നെ ക്യാപ്റ്റന്റെ ഒരു ടൈറ്റർ.
സോ പിന്നെ തൊട്ട് നമുക്ക് 5 ടൈറ്റർ ഉണ്ട്. ഇത്രയും നാൾ ദിവസം 4 ടൈറ്റർ ഉണ്ടായിരുന്നുള്ളൂ. 3 ഷോർട്സും ഒരു പാൻറ്റും. അപ്പോൾ പിന്നെ തൊട്ട് എത്രയാ, 3 ഷോർട്സ് 2 പാൻറ്റ്. സോ 5 ടൈപ്പ് ഓഫ് ടൈറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഷീനിലാണ്. വാംപ് ചെയ്തിട്ടില്ല. വാമപ്പിന് അവിടെ ഓണത്തിൻ്റെ ഡാൻസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്, വാമപ്പ് ചെയ്യാനുള്ള വെയിറ്റിങ്ങിനാണ്. ജസ്റ്റ് ഒരു സ്ഥലം കിട്ടിയാൽ നമ്മൾ ഇന്ന് വാംപ് ചെയ്യും. ഓക്കെ, സോ ഇപ്പം അങ്ങോട്ട് മാറി. എബി ഇതാട്ടെ എബി, ഇത് നമ്മുടെ ഇവിടെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ. ഞാൻ മോർണിംഗ് സെഷന് വരുമ്പോഴൊക്കെ എബി ഇവിടെ ഉണ്ട്. ഇന്നേതാ വർക്ക് ചെയ്താ? ബൈസോ ബാക്കോ? ഫുള്ള്. അപ്പോൾ ഒന്ന് എബിക്ക് ഫുൾ ഡേ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും സെയിം കോറിയായിട്ടിൽ പോളൂ. നീ നേരത്തെ പോവോ? ഇല്ല, കോറി ചെയ്തിട്ട് എബി പോവുള്ളൂ. കോറിയാണ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാട്ടോ. സോ അങ്ങനെ അവർ ഡാൻസ് കളിച്ച് ഏകദേശം ഒരു തളർന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളവിടെ പോയിട്ട് വാമപ്പിനുള്ള പരിപാടി തുടങ്ങി. കാരണം ഞാൻ ഡെയിലി എടുക്കുന്ന, നിങ്ങൾക്ക് സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, ഞാൻ ഡെയിലി വാമപ്പ് ചെയ്യുന്ന സ്ഥലമല്ലേ ഇത്. അവരവിടെ കുറച്ച് പിള്ളേർ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. 2-ാം തീയതി ജിമ്മിൽ മെഗാ ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭാരവാഹികൾ നടത്തുന്ന ഡാൻസ്. So guys, first set 10 each. Starting start ചെയ്യണേ. ഒരു വാമപ്പ് പോലെ ഫസ്റ്റ് സെറ്റ് കുഴപ്പമില്ല. നമുക്കിനി 10 ആഡ് ചെയ്യാം. അല്ല, ഞാൻ സാധാരണ കഴിഞ്ഞ 1 month ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെയിറ്റ് ലോഡ് ചെയ്തിട്ട് ഹാഫാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനർ വന്നിട്ട് മാറ്റി, അലഞ്ചേട്ടൻ വന്നിട്ട് നമുക്ക് മാറ്റിയിട്ടുണ്ട്. ട്രെയിനറുടെ പേരാണ്, ക്ലീൻ ചെയ്യാനാണ് വെച്ചാൽ. അപ്പോൾ അലഞ്ചേട്ടൻ വന്ന് മാറ്റി. മാക്സിമം വെയിറ്റ് അല്ല, എത്ര കുറച്ച് വെയിറ്റ് അടിച്ചാലും കൂടുതൽ വെയിറ്റ് അടിച്ചാലും മാക്സിമം നമ്മൾ അടിക്കുന്ന സാധനം ഫീൽ ചെയ്ത് വേണം അടിക്കാൻ. അപ്പോൾ സെക്കൻഡ് സെറ്റ് ഞാൻ 15 ആണ് ഇട്ടുകൊണ്ടിരുന്നത്. നമ്മൾ 20 അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. നോക്കാം, ഫെയിലിയർ നോക്കാം, എത്ര പോകുന്നറിയില്ല. 10 to 12 ചെയ്തു നോക്കാം. സോ 1 2 3 4 5. Last one. സോ അതും പറ്റുന്ന പോലെ നമ്മൾ ചെയ്തേ. അമൽ വേഴ്സ് എന്ന് പറഞ്ഞ ചാനല്. അമൽ വേഴ്സ്. അതെ. The third set, bro. Third set. ഇതുവരെ 60 അടിച്ചിട്ടില്ല. മീൻ ലാസ്റ്റ് കുറച്ചാളായിട്ട് അടിച്ചിട്ടില്ല. റീസെൻ്റായിട്ട് അടിച്ചു നോക്കാം. ഫെയിലിയർ
One, no. 60 പോകാൻ നല്ല പാടാ. ഒരുപാട് വെയിറ്റ് ഇട്ടിട്ട് പകുതി മുക്കാലിന് വന്നിട്ട് കാര്യമില്ല. You have to do correct. മാക്സിമം ലീൻ ചെയ്യുക താഴേക്ക്, ദെൻ അപ്പ് ചെയ്യുക. അതിനാണ് കാര്യം. അപ്പോൾ അതിന് പറ്റിയ വെയിറ്റ് നമ്മൾ എപ്പോഴും ഇടാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മളധികം വെയിറ്റ് ഇട്ടിട്ട് പടപടാന്ന് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ഡൗട്ടാണ്. റിസൾട്ട് ഉണ്ടാവും, പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ മാക്സിമം വെയിറ്റ് നമ്മളെ പറ്റുന്ന വെയിറ്റ് ഇട്ട് 10 to 12. One, okay. 2, 3, 4, 5. Last one. Up. That's it. അപ്പോൾ 3 സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ മിഷ്യൻ സ്ക്വാട്ടിൽ മാക്സിമം. We are going to the third and final set for leg press. ഇല്ല, ഇത് വ്ളോഗ്. എല്ലാരും ഉണ്ട്, ഇത് വ്ളോഗാണ്. ഇരുന്നിട്ട് മൈക്ക്. So last set, nothing less, nothing more. Seven. Awesome. So guys, അപ്പോൾ
ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം, എന്നിട്ട് നേരെ വീട്ടിലായിട്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കണ്ടല്ലോ. ഇത്രയാണ്, സിമ്പിൾ ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിലും ചീത്ത ഉണ്ടെങ്കിലും എല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഞാൻ പറയാം, ഈ വീഡിയോയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 അറൗണ്ട് 200 ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സും കൂടും. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഇതിൽ നോക്കുക. ഓക്കെ, നമുക്കൊരു എന്താ പറയണേ, നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ പിന്നെയും ബെറ്റർ ആക്കാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ആയിക്കോട്ടെ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ ഇന്നലെ യെസ്റ്റർഡേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് വ്ളോഗ് ചെയ്യേ എന്ന് പറയണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എടുത്താണ്. ഇപ്പം ഇനി കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യും കേട്ടോ. മിക്കപ്പോഴും തന്നെ വ്ളോഗ് ചെയ്യാനുള്ള പരിപാടിയില്ല. ആഴ്ചയിൽ 4 വ്ളോഗെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്തായിക്കോട്ടെ നമ്മൾ വ്ളോഗ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.